LBSന്റെ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാനൊരു വീഡിയോ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. LBSൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ കോഴ്സുകൾക്കാണ്, അതിന്റെ ഫീസ് എത്രയാണ്, എല്ലാ ഡീറ്റെയിലും അതിലെ പാർട്ട് 1 വീഡിയോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു റിസർവേഷൻസും അല്ലെങ്കിൽ ഒരു കുട്ടികൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റുകളുടെയും ഒക്കെ ലിസ്റ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇത് അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ടൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് LBS 2025 ആണ്, റിസർവേഷൻ ആൻഡ് ഡോക്യുമെന്റ്സ്. ഏതൊക്കെ റിസർവേഷൻ ആണെന്നും അതിന് ഏതൊക്കെ ഡോക്യുമെന്റ് വേണമെന്നുള്ളത്. അതിൽ ആദ്യത്തെ നോക്കാം മാൻഡേറ്ററി ഡോക്യുമെന്റ്. എല്ലാവരും സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റുകളാണ് ഈ മാൻഡേറ്ററിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സ്കാൻഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഫോർ ഡേറ്റ് ഓഫ് ബർത്ത്. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്. അത് നിങ്ങളുടെ SSLC ആവാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, പാസ്പോർട്ട് ആവാം. ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ JPEG ഫോർമാറ്റിലുള്ള ഫയലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തേതാണ് നേറ്റിവിറ്റി. കുട്ടി കേരളീയനാണ് എന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ് ആണ് നേറ്റിവിറ്റി. അതിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാം, SSLC കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, ബർത്ത് സർട്ടിഫിക്കറ്റും കൊടുക്കാം. കുട്ടി കേരളത്തിൽ അല്ല ജനിച്ചതെങ്കിൽ കുട്ടിയുടെ ഡോക്യുമെന്റും പേരന്റിൽ ഒരാൾ കേരളത്തിലാണ് ജനിച്ചത് എന്ന് കാണിക്കുന്ന ഡോക്യുമെന്റും രണ്ടും കൂടെ ചേർത്ത് ഒറ്റ ഫയലായിട്ട്, ഒരു സിംഗിൾ ഫയലായിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അപ്പൊ നേറ്റിവിറ്റി അവിടെ പ്രൂവ് ആയിക്കോളും. ഇനി മൂന്നാമത്തേത് +2ന്റെ മാർക്ക് ലിസ്റ്റ് ആണ്. +2ന്റെ മാർക്ക് ലിസ്റ്റ് മതി. നാലാമത്തേത് കുട്ടിയുടെ പാസ്പോർട്ട് ഫോട്ടോ. അഞ്ചാമത്തേത് കുട്ടിയുടെ സിഗ്നേച്ചർ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു കുട്ടി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് അതേഴ്സ് ഒരു കാറ്റഗറി ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അത് എല്ലാവർക്കും ബാധകമല്ല. അത് ആർക്കൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുട്ടി SC അല്ലെങ്കിൽ ST കാറ്റഗറി ആണെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അത് എവിടെ നിന്നായിരിക്കണം? താലൂക്കിൽ നിന്നായിരിക്കണം. തഹസിൽദാരോട് വാങ്ങുന്നതായിരിക്കണം, വില്ലേജിലേതായിരിക്കരുത്. ഇനി കുട്ടി OBC ആണെന്ന് വിചാരിക്കുക. OBC ആണെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഈ നോൺ ക്രിമിലെയർ എവിടെ നിന്ന് കിട്ടുന്നതാണ്? വില്ലേജിൽ നിന്ന് കിട്ടുന്നതാണ്, താലൂക്കിലേതല്ല. വില്ലേജിൽ നിന്ന് കിട്ടുന്നതായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോർ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ്. അപ്പൊ ഈ NCL നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് പർപ്പസിനും കിട്ടും, എഡ്യൂക്കേഷൻ പർപ്പസിനും കിട്ടും. അപ്പൊ നിങ്ങൾ വാങ്ങേണ്ടത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലെ ഡോക്യുമെന്റ് ആണ് NCLന് വാങ്ങേണ്ടത്. റൈറ്റ്. ഇനി അടുത്തത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം, ഇഫ് അപ്ലിക്കബിൾ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ആരൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ കാറ്റഗറീസ് അതർ ദാൻ SC കാറ്റഗറി ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ല, ST കാറ്റഗറിയും OECയും കൊടുക്കേണ്ടതില്ല. ബാക്കി എല്ലാ കാറ്റഗറിയും വിദ്യാഭ്യാസ ആനുകൂല്യം പിന്നീട് പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടണമെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്. ഇത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേരന്റിൽ ഒരാളെങ്കിലും SCയോ STയോ ആണെങ്കിൽ, അങ്ങനെ ഇന്റർ കാസ്റ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരാൾ പേരന്റിൽ ഒരാൾ SCയോ STയോ ആണെങ്കിൽ മാത്രമാണ് ഈ ഇന്റർ കാസ്റ്റ് മാരേജിന്റെ റിസർവേഷൻ കിട്ടുക. അപ്പൊ നിങ്ങൾ ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് എവിടുന്ന് പ്രൊവൈഡ് ചെയ്യണം? താലൂക്കിൽ നിന്ന് വാങ്ങണം. റൈറ്റ്. ഇനി ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ UDID കാർഡ് അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇത് അപ്ലോഡ് ചെയ്യണം. ഇനി OBCയിലെ NCL അല്ലാത്ത കാറ്റഗറി ഉണ്ടാവും, ക്രിമിലെയർ കാറ്റഗറി. അങ്ങനെ ക്രിമിലെയർ കാറ്റഗറി ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ. ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടേണ്ടത്? വില്ലേജിൽ നിന്നാണ് വാങ്ങേണ്ടത്. ഓക്കെ അല്ലെ? ഇപ്പോൾ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇതിന്റെ ബാക്കി പറയാം. ഈ ബോർഡിൽ ഉൾക്കൊള്ളിക്കാവുന്ന അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഞാൻ അടുത്ത സ്ക്രീനിൽ പറയാം. ഇനി ഇതിന്റെ ബാക്കിയിലേക്ക് വരുന്നു. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, മുമ്പ് നമ്മൾ പറഞ്ഞ NCL പോലെ ഏത് ഡോക്യുമെന്റും നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിച്ച് അക്ഷയയിലൊക്കെ പോയി അപേക്ഷിച്ച് വാങ്ങുന്നത് മതി, അല്ലെങ്കിൽ ഓഫ്ലൈൻ. ഇത് ഏതായാലും കുഴപ്പമില്ല. ഓൺലൈൻ ആയതുകൊണ്ട് റിജക്ട് ആവുക അങ്ങനെ പ്രശ്നങ്ങളില്ല. ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ വാങ്ങാം, രണ്ടും പെർമിറ്റഡ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഇനി നമുക്ക് ഫോമുകൾ അവൈലബിൾ ആണ്. അതായത് പ്രോസ്പെക്ടസിന്റെ എൻഡിൽ ഓൾമോസ്റ്റ് എല്ലാ റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള ഫോമുകളും അവൈലബിൾ ആണ്. അപ്പൊ ആ ഫോം എടുത്ത് വേണമെങ്കിൽ ഓഫ്ലൈൻ വാങ്ങാം, ഇല്ലെങ്കിലോ നിങ്ങൾക്ക് അക്ഷയയിൽ പോയി ഓൺലൈൻ ചെയ്യാം. അപ്പോൾ ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഫോം ഉപയോഗിക്കേണ്ട കാര്യമില്ല. ആ ഫോർമാറ്റിൽ അവർ ഓൺലൈനിൽ തരുന്ന ഫോർമാറ്റിൽ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോം അവൈലബിൾ ആണെങ്കിൽ അത് പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആണ്. ഓക്കെ. ബാക്കി ഡീറ്റെയിലേക്ക് വരുന്നു. ഇനി നിങ്ങൾ EWS കാറ്റഗറി, അതായത് ജനറൽ കാറ്റഗറി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ജനറൽ കാറ്റഗറി ആണെങ്കിൽ പിന്നെ EWS ആണ്, ഇക്കണോമിക്കലി വീക്ക് സെക്ഷൻ ആണ്. അപ്പോൾ EWS സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് എടുക്കണം? വില്ലേജിൽ നിന്നാണ് എടുക്കേണ്ടത്. ഓക്കെ. ഇതിലൊക്കെ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഓൾറെഡി നമ്മൾ ഇതിന്റെ എല്ലാം വാലിഡിറ്റി മുമ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആദ്യ വീഡിയോയിൽ, പാർട്ട് 1 വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഇതെല്ലാം. ഇനി അടുത്തത് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഈ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് വില്ലേജിൽ നിന്നാണ്. ഇത് ആർക്കാണെന്ന് ചോദിച്ചാൽ മൈനോറിറ്റി സീറ്റ് ഇൻ സെൽഫ് ഫിനാൻസിങ് കോളേജസ്. ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ, അതായത് ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിലെ കുറച്ച് സീറ്റുകൾ മൈനോറിറ്റിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ മൈനോറിറ്റി ക്ലെയിം ചെയ്യാൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം ഫ്രം വില്ലേജ് ഓഫീസ്. വില്ലേജ് ഓഫീസിൽ നിന്നായിരിക്കണം. സാധാരണഗതിയിൽ ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റിയിൽപ്പെട്ടവരാണ് അത് എടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ കമ്മ്യൂണിറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ അവിടെ ഉപയോഗിക്കാവുന്നതാണ്. വേറെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതില്ല.
ഇനി ഫോർ NRI കോട്ട, NRI കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടത് സ്പോൺസറുടെ സർട്ടിഫിക്കറ്റ് വേണം, പാസ്പോർട്ടിന്റെ കോപ്പി വേണം, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്. അതായത് സ്പോൺസറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, സ്പോൺസറുടെ പാസ്പോർട്ടിന്റെ കോപ്പി ഉണ്ടാവണം, സ്പോൺസറും കുട്ടിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഇത് മൂന്നും വേണം, ഏതെങ്കിലും ഒന്നല്ല, ഇത് മൂന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇനി ഫിഷർമാന്റെ കുട്ടികൾക്ക് റിസർവേഷനിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് ഫ്രം കൺസേൺഡ് ബോർഡ്, അതായത് മത്സ്യക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള ക്ഷേമനിധി ബോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതിന്റെ അനക്സറൊക്കെ അല്ലെങ്കിൽ ഫോമുകളൊക്കെ അനക്സറിലുണ്ട്. അപ്പോൾ ആ ക്ഷേമനിധി ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്, അത് അപ്ലോഡ് ചെയ്യണം. ഇനി സ്പോർട്സ് കോട്ടയാണ്. സ്പോർട്സ് കോട്ടയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പോർട്സ് കോട്ട നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് മെൻഷൻ ചെയ്യുകയും എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് കിട്ടുമല്ലോ, കൺഫർമേഷൻ അക്നോളജ്മെന്റ്, ആ കൺഫർമേഷൻ പേജ് എടുക്കുക. ഈ കൺഫർമേഷൻ പേജും നിങ്ങളുടെ സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റും ഇത് രണ്ടും നിങ്ങൾ അയച്ചു കൊടുക്കുകയും വേണം. ഓക്കെ, LBSനല്ല, LBSൽ നിങ്ങൾ സ്പോർട്സ് കോട്ട എന്ന് മെൻഷൻ ചെയ്യണം. എന്നിട്ട് മെൻഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം പ്രിന്റ് ഔട്ട് എടുക്കുക. നിങ്ങളുടെ സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റും രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾ അയച്ചു കൊടുക്കണം. എങ്ങോട്ടാണ്? സെക്രട്ടറി, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ, തിരുവനന്തപുരം 695001. ഈ അഡ്രസ്സിൽ നിങ്ങൾ ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കുകയും വേണം. അപ്പോഴേ സ്പോർട്സ്മാൻ്റെ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയുടെ റിസർവേഷൻ കിട്ടും. ഇനിയുള്ളത് എക്സ് സർവീസ്മാൻ ആണ്. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് അനക്സറിൽ ഫോമുകൾ അവൈലബിൾ ആണ്. 8A അല്ലെങ്കിൽ 8B ഏതാണോ നിങ്ങൾക്ക് ബാധകം അതെടുക്കുക ഫ്രം അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ജില്ലാ സൈനിക് ബോർഡിൽ നിന്നുമൊക്കെ അങ്ങനെ നിങ്ങളുടെ കൺസേൺ അതോറിറ്റി ഏതാണോ അവിടെ നിന്നാണ് ആ സർട്ടിഫിക്കറ്റ് വാങ്ങി അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ ഡിപ്പെൻഡന്റ് ഓഫ് ഡിഫൻസ് സ്കിൽഡ്, അതായത് ഡിഫൻസിൽ ഇരിക്കാൻ മരണപ്പെട്ട അല്ലെങ്കിൽ അംഗഭംഗം സംഭവിച്ച മിസ്സായ അവർക്കെല്ലാം ഈ കാറ്റഗറിയാണ് വരിക, ഡിപ്പെൻഡന്റ് ഓഫ് ഡിഫൻസ് സ്കിൽഡ് ആണ് വരിക. അപ്പൊ അതിൽ അനക്സർ 8C അതും അതോറിറ്റിയിൽ നിന്ന് ഫിൽ ചെയ്ത് വാങ്ങണം. ഇനി സർവീസ് ഡിഫൻസ്, നിലവിൽ ഡിഫൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കുട്ടികൾക്കാണെങ്കിൽ അനക്സർ 8E ആണ് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെയുള്ള സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, അതായത് BSF, NSG, CRPF അതേപോലുള്ള ഡിപ്പാർട്ട്മെന്റിൽ പെട്ടവർക്കൊക്കെ ഈ CAPF കോട്ടയിലാണ് വരിക. അവർ ചെയ്യേണ്ടത് അനക്സർ 8F ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ കൺസേൺ അതോറിറ്റിയിൽ നിന്ന് ഫില്ല് ചെയ്ത് വാങ്ങണം. ദെൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കോട്ടയുണ്ട്. ഈ കോട്ട 4 സീറ്റുകൾ മാത്രമാണ്. കാർഡിയോവാസ്കുലർ ടെക്നോളജി കോട്ടയം മെഡിക്കൽ കോളേജിൽ 4 സീറ്റ് റിസർവേഷൻ ഉണ്ട്. അപ്പൊ അത് അവരുടെ ഡോക്യുമെന്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതേപോലെ NCCയുടെ റിസർവേഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ സ്പോർട്സ് കോട്ടയിൽ ചെയ്തതുപോലെ നിങ്ങൾ ഇവിടെ NCC മെൻഷൻ ചെയ്യുകയും വേണം. കൂടാതെ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട്, LBSന്റെ ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ടും നിങ്ങളുടെ NCC സർട്ടിഫിക്കറ്റും കൂടി എങ്ങോട്ട് സെൻഡ് ചെയ്യണം? ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NCC തിരുവനന്തപുരം 695010 ഈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം. എങ്ങനെയാണ്? ത്രൂ ദ കൺസേൺ യൂണിറ്റ്. നിങ്ങൾ ഏത് ബറ്റാലിയനിലായിരുന്നു നിങ്ങൾ NCC കേഡറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്, ആ ബറ്റാലിയനിൽ ചെന്നിട്ട് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ ത്രൂ ആണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് LBSൽ വരുന്ന റിസർവേഷൻസ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ 2 പാർട്ടായിട്ട് പറഞ്ഞു. ഫസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ തന്നെ ആദ്യ ഭാഗത്ത് മാൻഡേറ്ററി റിസർവേഷൻ പറഞ്ഞു, പിന്നെ ജനറൽ റിസർവേഷൻസ്, അതായത് NCL അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുകൂടാതെ സ്പെഷ്യൽ റിസർവേഷൻസ് മെൻഷൻ ചെയ്തു. അപ്പൊ ഇത് മുമ്പ് പറയേണ്ട EWS സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പറഞ്ഞേ ഉള്ളൂ. ബാക്കിയൊക്കെ സ്പെഷ്യൽ റിസർവേഷൻ ആണ്. EWS മുമ്പത്തെ സെഷന്റെ കൂടെ ഒരു ജനറൽ റിസർവേഷന്റെ കാറ്റഗറിയിൽ പോകും. അപ്പോൾ ഓൾമോസ്റ്റ് റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റുകളുടെയും ഒക്കെ ലിസ്റ്റ് പറഞ്ഞു. ഇനി മറ്റ് അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് ത്രൂ വാട്സപ്പ് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനതിൽ മെസ്സേജ് തരാൻ സാധിക്കും. നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പാതിയും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് കാര്യം മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ തിരിച്ച് എക്സ്പ്ലനേഷൻ ഒരു വലുതായിരിക്കും. അപ്പൊ അത് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ത്രൂ വാട്സപ്പ് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് എത്തിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.